എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ മോര് കറിയാണ്. അതിലേക്ക് വേണ്ടത് പകുതി കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. 10 പച്ചമുളക്, ആവശ്യത്തിനുള്ള വെള്ളം, 1 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് 2 വിസിൽ കേൾക്കുന്നത് വരെ ഇത് വേവിച്ചെടുക്കുക. കുക്കറിലിടുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അതിലേക്ക് വേണ്ടി ഒരു തേങ്ങ ചിരകിയെടുത്തത്, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചുമന്ന ഉള്ളി, 1/4 ടീസ്പൂണ് നല്ല ജീരകം, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളം കൂട്ടി ഒന്ന് അരച്ചെടുക്കുക. ഒന്ന് തുറന്ന് നോക്കാം. കുമ്പളങ്ങയും പച്ചമുളകൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മൺചട്ടിയിലേക്ക് വെച്ച് കുമ്പളങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് ചൂടാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് വാടി നല്ല തിളച്ച് കുമ്പളകളായി വന്നിട്ടുണ്ട്. അതിലേക്ക് കട്ടയില്ലാതെ ഇരിക്കാനാണ് തൈര് ഒന്ന് അടിച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. മോര് ഒഴിച്ചതിന് ശേഷം തിളക്കാൻ പാടില്ല, ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. മോരൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നുള്ള് ഉലുവ, കടുക് ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കരിഞ്ഞു പോകും, അതാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മോര് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുമ്പളങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.